എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അത് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ക്ലോത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഇതാ ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കി വെക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്താണ്. അവിടെ നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വീതി വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴേക്ക് ഞാനൊരു 4 ഇഞ്ച് ഇറക്കം എടുക്കുന്നുണ്ട്. ഇറക്കവും നിങ്ങൾക്ക് എത്രയാണ് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം, കുറയ്ക്കണമെങ്കിൽ കുറച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഇതാ ഈ ഒരു സൈഡിലോട്ട് നമുക്കൊരു ലൈൻ പോലെ വരച്ചെടുക്കാം. ഈ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തു നിന്നും താഴോട്ടാക്കിയിട്ട് നമുക്ക് 2 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്കിങ്ങിൻ്റെ ഇവിടെ നിന്നും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലോട്ട് ചരിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തൊന്ന് വരച്ചെടുക്കാം. ഈ ഒരു ലൈനിങ് ക്ലോത്തിന് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഇത് കോട്ടൻ്റെ ക്ലോത്ത് ആയ കാരണം നമുക്ക് ഇപ്പുറത്തേക്ക് മാർക്കിങ് കാണാനുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിട്ടിട്ട് കൊട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പം നമുക്കിത് കാണുന്നതുകൊണ്ട് ഇതാ ഇതുപോലെ ബാക്ക് വശത്ത് ആ ഒരു മാർക്കിങ് കാണുന്ന അതിലൂടെ നമുക്കിതാ ഇതുപോലെ വരച്ചെടുക്കാം. താഴ്ഭാഗത്തും ഇതുപോലെ നമുക്ക് വരയ്ക്കാം കേട്ടോ. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ നമുക്ക് നിവർത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഭാഗത്ത് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ചുളിവുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നിവർത്തി തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഒരു ക്ലോത്തിന്. അപ്പോൾ കോട്ടൺ ആയതിനെ കൊണ്ട് ഇങ്ങനെ ഒട്ടി നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻ വെച്ചിട്ട് കുത്തിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഈ ഒരു മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്കിതാ നീഡിൽ താത്തിയിട്ട് ഫൂട്ട് പൊക്കി കൊടുക്കാം. എന്നിട്ട് ഇതാ വീണ്ടും നീഡിൽ താത്തിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു കോർണർ ഭാഗത്തും നമ്മൾ നീഡിൽ താത്തി കൊടുക്കാം. ഫൂട്ട് പൊക്കിയിട്ട് ഇതാ ഇതുപോലെ തിരിച്ചെടുക്കാം. ഇനി വീണ്ടും ഫൂട്ട് താത്തിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു കോർണർ ഭാഗം എത്തുമ്പോൾ നമ്മൾ എപ്പോഴും നീഡിൽ പൊക്കിയിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മളിതാ നെക്കിൻ്റെ മുഴുവൻ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അകത്തേക്കാക്കിയിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ നമുക്ക് ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. കട്ടിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിനെ മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കോർണർ ഭാഗം നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് സിസേഴ്സിൻ്റെ ഇതുപോലുള്ള ആ കൂർത്ത ഭാഗമല്ലേ, അതിതാ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ എടുത്തിട്ട് ഇതാ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കോർണർ ഭാഗം കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതിനുശേഷം നമുക്കിതാ ഇതുപോലെ മറിച്ചെടുത്തിട്ട് നഖം കൊണ്ടൊന്ന് വരച്ചെടുത്താൽ ഒന്നും കൂടി നമുക്കൊന്ന് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. താങ്ക്